വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തി ആരാധകർക്ക് നിരാശ മാത്രം സമ്മാനിച്ച സിനിമയാണ് സൂര്യ നായകനായെത്തിയ കങ്കുവ. സൂര്യക്കെതിരെ വൻ വിമർശനങ്ങളും ചിത്രം എത്തിയതിന് പിന്നാലെ ഉയർന്നിരുന്നു. പോയ വർഷത്തെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു കങ്കുവ. എന്നാൽ 97ാമത് ഓസ്കാർ അവാർഡ് പ്രഖ്യാപനത്തിന് 2 മാസം മാത്രം ശേഷിക്കെ മത്സരത്തിനായി പ്രാഥമിക യോഗ്യത നേടിയ 323 ചിത്രങ്ങളുടെ പട്ടികയിൽ സിരത്തെ ശിവയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ സൂര്യ ചിത്രം കങ്കുവ ഇടം പിടിച്ചു എന്ന ആരാധകരെ അടക്കം ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മികച്ച ചിത്രം എന്ന ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക റൗണ്ടിലേക്കാണ് കങ്കുവ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തിയേറ്ററിൽ വൻ ഫ്ലോപ്പായ സിനിമ എങ്ങനെ ഓസ്കർ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചു എന്നതാണ് പ്രേക്ഷകരുടെ സംശയം. ബിഗ് ബജറ്റിൽ ഇറങ്ങിയ കങ്കുവയ്ക്ക് മുതൽ മുടക്ക് പോലും തിരിച്ചുപിടിക്കാൻ സാധിച്ചിരുന്നില്ല. 350 കോടി ബജറ്റിലെത്തിയ സിനിമയ്ക്ക് അതിന്റെ പകുതി പോലും തിയേറ്ററുകളിൽ നിന്ന് നേടാനായിട്ടില്ല. 100 കോടിയോളം കളക്ഷൻ മാത്രമാണ് സിനിമയ്ക്ക് നേടാൻ സാധിച്ചുള്ളൂ. അമിതമായ ശബ്ദവും തിരക്കഥയിലെ ആവർത്തന വിരസതയും കങ്കുവയ്ക്ക് തിരിച്ചടിയായി. 13 മിനിറ്റോളം രംഗങ്ങൾ നീക്കം ചെയ്ത ശേഷമാണ് ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചത് പോലും. മദൻ കർക്കി, ആദിനാരായണ, സംവിധായകൻ ശിവ എന്നിവർ ചേർന്ന് രചിച്ച ഈ ചിത്രം 1500 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കഥയാണ് പറയുന്നത്. കങ്കുവ, ഫ്രാൻസിസ് എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിലാണ് സൂര്യ സിനിമയിലെത്തിയത്. ബോളിവുഡ് നടൻ ബോബി ഡിയോൾ ആണ് വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഇവർക്ക് പുറമെ കോവൈ സരള, യോഗി ബാബു, ആനന്ദരാജ്, ജി മാരിമുത്തു, ബാലശരവണൻ, ദിശ പട്ടാനി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. 323 ചിത്രങ്ങളിൽ നിന്ന് 207 ചിത്രങ്ങളാണ് ഓസ്കറിന്റെ ആദ്യ പട്ടികയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 6 ഇന്ത്യൻ ചിത്രങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ബ്ലെസി ചിത്രം ആടുജീവിതം, സൂര്യ ചിത്രം കങ്കുവ, കനി കുസൃതിയും ദിവ്യപ്രഭയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, സുജിത് തലാത്തി സംവിധാനം ചെയ്ത് കനി കുസൃതി പ്രധാന വേഷത്തിലെത്തിയ ഗേൾസ് വിൽ ബി ഗേൾസ്, രൺദീപ് ഹൂദ സംവിധാനം ചെയ്ത് നായകനായ സ്വതന്ത്രവീർ സവർക്കർ, സന്തോഷ് എന്നിവയാണ് മറ്റ് ചിത്രങ്ങൾ. അതേസമയം ഓസ്കർ ചുരുക്ക പട്ടികയിൽ നിന്നും ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ലാപത്ത ലേഡീസ് നേരത്തെ പുറത്തായിരുന്നു. എന്നാൽ ഗുനീത് മോംഗ നിർമ്മിച്ച അനുജ എന്ന ചിത്രം ലൈവ് ആക്ഷൻ ഹ്രസ്വചിത്ര വിഭാഗത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗുനീത് മോംഗയുടെ നിർമ്മാണത്തിൽ ഓസ്കർ നോമിനേഷൻ നേടുന്ന 3ാമത്തെ ചിത്രമാണിത്. 8ാം തീയതി മുതൽ വോട്ടിംഗ് ആരംഭിക്കും. 12ാം തീയതി വരെയാണ് വോട്ടിംഗ്. വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെ കണക്കാക്കിയ ശേഷമായിരിക്കും 2ാം റൗണ്ടിലേക്കുള്ള പ്രവേശനം ഉണ്ടാവുക. 17ാം തീയതി അക്കാദമി നോമിനേഷനുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഡോൾബി തിയേറ്ററിൽ മാർച്ച് 2-നാണ് ഇത്തവണത്തെ ഓസ്കർ അവാർഡ് പ്രഖ്യാപനം.